ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അധികകാലം മുമ്പോട്ട് പോവില്ല. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. തീരെ സപ്പോർട്ടീവ് അല്ലാത്ത പോലെ ഫീൽ ചെയ്യുക. നിങ്ങൾ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അവരുടെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഫിസിക്കലി ഇമോഷണലി അവർ അൺഅവൈലബിൾ ആയിരിക്കുക. എന്ത് നല്ല കാര്യം ലൈഫിൽ നടന്നു കഴിഞ്ഞാലും അവരോട് പറയാൻ തോന്നാതിരിക്കുക. ബിക്കോസ് ദേ ഡോണ്ട് കെയർ. അവരുടെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഭയങ്കര എനർജി ഡ്രെയിൻഡ് ഔട്ട് ആയതുപോലെ ഫീൽ ചെയ്യുക. ആക്ച്വലി റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആവുന്നത് അല്ലേ? പക്ഷെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളുടെ റിയൽ ഫേസ് നിങ്ങൾ ഒരിക്കലും അവരുടെ അടുത്ത് കാണിക്കില്ല. ബിക്കോസ് യു ഫീൽ നിങ്ങൾ ആരാണോ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്നുള്ളത്. ഫൈറ്റ്സും കോൺഫ്ലിക്ട്സും മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെ നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 5 സൈൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടോ? ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യണം, ഹെൽത്തി ആയിട്ട് എങ്ങനെ എൻ്റെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് നിങ്ങളെ സഹായിച്ചെന്നിരിക്കാം. ഒറ്റപ്പെടില്ല, ഒപ്പമുണ്ട്.